ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2020-ന്റെ തേർഡ് അലോട്ട്മെന്റ് വരെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോർത്ത് അലോട്ട്മെന്റിന് മുന്നേ ആയി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഫോർത്ത് അലോട്ട്മെന്റ് ലാസ്റ്റ് അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് വളരെ സുതാര്യമായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സീറ്റ് വേക്കൻസീസും മറ്റ് ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷൻ, ഇതുവരെ CAPID രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് നമുക്ക് UGയുടെ സൈറ്റിലേക്കൊന്ന് കയറാം. സോ UGയുടെ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാണാം. മൂന്നാം അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടിയവർക്കും അലോട്ട്മെന്റുകൾ ഇതുവരെ ലഭിക്കാത്തവർക്കും മുൻ അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്തായവർക്കും അപേക്ഷയിൽ എല്ലാവിധ തിരുത്തലുകളും വരുത്തുന്നതിന് പുതുതായി കോളേജ് ഓപ്ഷൻസ് ആഡ് ചെയ്യാനൊക്കെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സൗകര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം. അതിനു മുന്നേ നമുക്ക് സീറ്റ് വേക്കൻസി ചെക്ക് ചെയ്യുന്നതൊന്ന് നോക്കാം. അപ്പോൾ UGയുടെ സൈറ്റിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് വേക്കൻസി എന്നൊരു പുതിയ ഓപ്ഷൻ ആക്റ്റീവായിട്ട് കാണാം. അപ്പോൾ ക്ലിക്ക് ഓൺ ടു ദിസ് സീറ്റ് വേക്കൻസി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസീസ് ഡിഫറെൻ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഒരു കോളേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് കോളേജിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഈ കോളേജ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ കോളേജിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലും എത്ര സീറ്റ്സ് ആണ് ഇപ്പോൾ വേക്കൻ്റ് ആയി കിടക്കുന്നത് എന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയാണ് ഞാൻ കൊടുത്തത്, ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് കോളേജിൽ ഓരോ കോഴ്സുകൾക്കും ഇനി എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. ഹിയർ MSc ബോട്ടണി ഒക്കെ 10 ജനറൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പം അങ്ങനത്തെ കോളേജുകൾ ഹയർ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം വളരെ കുറവ്, ഇപ്പോൾ ജനറൽ സീറ്റ്സ് ഒക്കെ വളരെ കുറവുള്ളൊരു BCom ഫിനാൻസ് ഇവിടെ 0 വേക്കൻസി. അപ്പോൾ ഇത് ഹയർ ഓപ്ഷനായി കൊടുത്തൊരു കുട്ടിക്ക് അത് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അവിടെ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് റിസർവേഷൻ പ്രകാരം നോക്കുക, ജനറലായിട്ടും നോക്കുക. അപ്പോൾ ഈ 2 ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ 2 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ചേരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ഇനി റീഅറേഞ്ച് ചെയ്യാൻ. അപ്പോൾ പുതുതായി നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഇപ്പോൾ സൗകര്യമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഓരോ കോളേജും ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഗവൺമെൻറ് കോളേജ് മലപ്പുറം, ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദാറ്റ്. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് വരും. ഇതാ ഇവിടെ ഇപ്പോൾ ഉറുദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ജനറൽ കാറ്റഗറിയിൽ 0 ആണ്. അതുപോലെ വരുന്നത് ഇനി പക്ഷേ റിസർവേഷൻ ഹിയർ SC റിസർവേഷൻ അവിടെ 6 വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു SC റിസർവേഷൻ ഉള്ളൊരു കുട്ടി തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് ഓപ്ഷൻ, ഉറുദു ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവിടെ അതിന് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റ് വന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 1, 2 എന്നൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 1 അതുപോലെ ജനറലിൽ 2 വേക്കൻസി എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഷുവർ ആണില്ലേ ആ കോളേജിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. കാരണം നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആണ്, അവിടെ 2 വേക്കൻസിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്? സോ ദിസ് ഇസ് ഇറ്റ്. ഇനി നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് തിരുത്തൽ വരുത്തുന്നത്, മറ്റ് ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ പ്രസ് റിലീസ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി Directorate of Admission. മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന എല്ലാവർക്കും തന്നെ നാലാം അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും. അതായത് മൂന്നാം അലോട്ട്മെൻറ്റിൽ നമുക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളായിരുന്നു. എങ്കിൽ പോലും ഹയർ ഓപ്ഷൻസ് നിങ്ങൾ നിലനിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നാലാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമെന്ന് അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ഉള്ള എല്ലാവരെയും നാലാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ യുവർ മെറിറ്റ് മാർക്സ്. അപ്പം നിങ്ങളുടെ മെറിറ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് തന്നെയാണ് ഹയർ ഓപ്ഷൻസ് കിട്ടാനുള്ള ചാൻസും. ഓക്കെ, അതുപോലെ മൂന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാവർക്കും
അതുപോലെ തന്നെ അലോട്ട്മെൻറ്റുകളിൽ ഇതുവരെ ലഭിക്കാത്തവർക്കും, മുൻ അലോട്ട്മെൻറ്റുകളിലൊന്നും ലഭിക്കാതെ നിങ്ങൾ പുറത്തായവർക്കും ഒക്കെ 3/11/2020 മുതൽ 5/11/2020 വൈകിട്ട് 5 മണി വരെ അപേക്ഷയിൽ എല്ലാവിധ തിരുത്തലുകളും വരുത്താവുന്നതാണ്. അതായത് 3ാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയവർ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ 3ാം അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ചവർ, അഡ്മിഷൻ എടുത്തവരും അലോട്ട്മെൻറ്റുകളിൽ ഇതുവരെയായിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇനി 4ാം അലോട്ട്മെൻറ്റിലായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, അവർക്കും November 3 മുതൽ November 5 വരെ വൈകിട്ട് 5 മണി വരെ പുതുതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതുമാണ്. ഇതുവരെ നമുക്ക് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ 4th അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി തരികയാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് 3ാം അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം സ്വീകരിക്കാത്ത വിദ്യാർത്ഥികളെയും 1ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെയും മുഴുവൻ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികളെയും 4ാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഓക്കെ, അതായത് 3 കാറ്റഗറിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 3rd അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തവർ, പിന്നെ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തവർ, പെർമനൻ്റ് അഡ്മിഷനായിട്ട് 3rd അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തവരും, പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവരും, ഈ 3 കാറ്റഗറിക്കാരെയും 4ാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. പക്ഷേ 3ാം അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റിംഗ്, ഇവർക്കൊക്കെയുള്ളൊരു പോസിബിലിറ്റി, അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർ നോഡൽ ഓഫീസറെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റിംഗ് സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, 1-2 അലോട്ട്മെൻറ്റുകളിൽ നിന്ന് പുറത്തായിട്ട് 4ാം അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ബട്ടൺ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ആവശ്യമായ കോളേജും കോഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ഒരു എഡിറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് അത് തീർച്ചയായിട്ടും ആവശ്യം വരും. ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇതുവരെ CAPID രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതായത് ചിലരൊക്കെ എൻട്രൻസ് ബേസ്ഡ് കോഴ്സുകൾക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് പക്ഷേ ഈ കൊല്ലം എൻട്രൻസ് ഇല്ല എന്ന് അറിയുകയും മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ള വിവരം പിന്നീടാണല്ലോ യൂണിവേഴ്സിറ്റി അറിയിച്ചത്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ CAP രജിസ്റ്റർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പുതിയൊരു അവസരം ലഭിക്കുകയാണ്. 6/11/2020 മുതൽ 8/11/2020 വരെ നിങ്ങൾക്ക് ലേറ്റ് ഫീ ആയ 280 rupees അടച്ചിട്ട് പുതിയ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡൗട്ട് വരും, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെയൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടല്ലേ നമ്മളെ പരിഗണിക്കുള്ളൂ എന്ന്. അതങ്ങനെ തന്നെ യൂണിവേഴ്സിറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവരെ കൺസിഡർ ചെയ്യുക. സോ ഇതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈച്ച് വൺ യു ക്യാൻ റീഡ് ഇറ്റ് ഫ്രം ഹിയർ. എഡിറ്റിംഗ് സൗകര്യം എങ്ങനെയാണ്, പുതിയ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സീറ്റ് വേക്കൻസീസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ആ സീറ്റ് വേക്കൻസി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം മിസ് ചെയ്യാതെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഈ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ്. സോ if you find this video informative, please like the video and share it with your friends. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. So thanks for watching. Keep supporting, keep watching. Thank you.